സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കവർച്ച നടത്തിയ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പനമ്പിള്ളി നഗറിൽ വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുത്തു. സംസ്ഥാനാന്തര കുപ്രസിദ്ധ മോഷ്ടാവ് മുഹമ്മദ് ഇർഫാനാണ് പ്രതി. വിശദാംശങ്ങൾ ജിനോ കെ ജോസ് നൽകും. ജിനോ, ഈ തെളിവെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എങ്ങനെയാണ് ഈ കവർച്ച നടത്തിയത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. തെളിവെടുപ്പ് പൂർത്തിയായോ ഇപ്പോൾ? ധന്യ, തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പനമ്പിള്ളി നഗറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെളിവെടുപ്പ് ഉണ്ടായിരുന്നു. ഈ പ്രതി 19-ാം തീയതിയാണ് കൊച്ചിയിലേക്ക് എത്തുന്നത്. 19-ാം തീയതി ഇവിടെ എത്തി വൈകിട്ട് സമയത്താണ് പനമ്പിള്ളി നഗർ ഭാഗത്തേക്ക് എത്തുന്നത്. പനമ്പിള്ളി നഗർ എന്നുള്ളത് സെർച്ച് ചെയ്ത് തന്നെ വന്നതാണ്. അതിനുശേഷം ഇവിടെ ഏറ്റവും ആഡംബരപൂർണമായ വീടുകളും മറ്റും ഉള്ളത് ഏത് ഭാഗത്താണ് എന്ന് ഇയാൾ ഓട്ടോ ഡ്രൈവർമാരോടും മറ്റും ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇയാൾ ഈ ഭാഗത്തേക്ക് എത്തിയത്. പനമ്പിള്ളി നഗറിൽ വന്നതിന് ശേഷം ഇയാൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയും തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തി. അതിനുശേഷമാണ് ജോഷിയുടെ വീടിന്റെ ഈ ഭാഗത്തേക്ക് മോഷണത്തിനായി എത്തുന്നത്. ഈ ലൈനിൽ ഏറ്റവും ആദ്യമുള്ള വീട് തന്നെയാണ് ജോഷിയുടേത്. അതിന്റെ ഏറ്റവും ഒടുവിൽ അവിടേക്ക് നമുക്ക് ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ ആ ഏറ്റവും ഒടുവിൽ അങ്ങേറ്റത്ത് ആ കാർ കിടക്കുന്നതിന്റെ അടുത്ത് തന്നെയുള്ള വീട്ടിൽ ആദ്യം കയറുന്നു. അവിടെ കയറിയെങ്കിലും അവിടെ ഗ്രില്ലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് തുറക്കാൻ സാധിച്ചില്ല. അതിനുള്ള ടൂളുകളൊന്നും തന്നെ തന്റെ കൈവശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓരോ വീടുകളായി അവിടെ നിന്നും കോമ്പൗണ്ടിനുള്ളിലൂടെ തന്നെ കടന്നാണ് അയാൾ ഈ ഭാഗത്തേക്ക് പ്രതി മുഹമ്മദ് ഇർഫാൻ ഈ ഭാഗത്തേക്ക് വരുന്നത്. ഇതിനിടയിൽ ഒരു വീട്ടിലും ഇയാൾക്ക് കയറുന്നതിനോ മോഷണം നടത്തുന്നതിനോ സാധിച്ചില്ല. പിന്നീട് ഈ തൊട്ടടുത്തുള്ള വീട്ടിന്റെ കോമ്പൗണ്ടിൽ കയറിയതിനു ശേഷം അതിന്റെ പിൻഭാഗത്തു കൂടി വന്നാണ് ജോഷിയുടെ ഈ വീട്ടിലേക്ക് കയറിയത്. അതിന്റെയും പിൻഭാഗത്ത് വഴി അവിടെയുള്ള ഗ്രില്ലിനിടയ്ക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. മതിലിൽ കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് വഴി അകത്തേക്ക് കടക്കുകയും കൃത്യമായി കുറ്റിയിടാതിരുന്ന ജനൽ വഴി അകത്ത് കടന്ന് ഈ ഒരു മോഷണം നടത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രതിയുമായിട്ടുള്ള ഈ വീട്ടിനുള്ളിലെ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിൽ നിന്ന് 1,20,00,000 രൂപയുടെ സ്വർണ്ണ വജ്രാഭരണങ്ങളാണ് പ്രതി കടത്തിക്കൊണ്ടുപോയത്. ഈ സാധനങ്ങൾ ഏകദേശം മുഴുവനായി തന്നെ റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അക്കാര്യത്തിലടക്കം ഈ വീട്ടുടമസ്ഥനുമായി ജോഷിയുമായി അടക്കം സംസാരിച്ച് പരിശോധിച്ച് അതിനകത്ത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നടപടികളെല്ലാം അവസാനിക്കുന്നതിന് കുറച്ച് അധികം സമയമെടുക്കും. ഏകദേശം 2 മണിക്കൂറോളം എങ്കിലും സമയം എടുക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുക. ശരി, ഏതായാലും പ്രതിയുമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ പനമ്പിള്ളി നഗറിൽ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് ജിനോ